വണ്ടി മാറ്റടാ. മാറ്റാൻ ബുദ്ധിമുട്ടല്ലേ? എന്റെ മോനെ തൊട്ടാലുണ്ടല്ലോ. എന്റെ മോനെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുക. ഓടാ, വണ്ടി എടുക്കടാ, നമുക്ക് പോവാം. സർ വാങ്ങി സർ, വണ്ടിയിലാണ് സർ. എന്താടോ നമ്പീശ, രണ്ടുപേർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലേ? തമാശകളാ ആനന്ദ്. സീത കാറിലുണ്ടോ? സീത കാറിലില്ല, പകരം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റാ? ഒറ്റ മിനിറ്റ്. മോൻ വാ വാ കൂട്ടാ വാ. എന്താ മോൻ പേടിച്ചു പോയാ? അയ്യേ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ അങ്കിൾ ചുമ്മാ ഒരു കള്ളം പറഞ്ഞല്ലേ. എന്താ മോന്റെ പേര്? കുഞ്ഞുണ്ണി. എനിക്ക് എന്റെ വീട്ടിൽ പോണം. അങ്കിള് തന്നെ മോനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. വാ, നമുക്ക് എന്തെങ്കിലും കഴിച്ചു. വേണ്ട. റെഡ് ആൻഡ് വൈറ്റ്. മോന് സ്കൂളിൽ ഒരു സീത ടീച്ചറിനെ അറിയോ? സീത മിസ്സോ? എന്റെ ക്ലാസ് ടീച്ചറാ. ആഹാ, ഇത് നേരത്തെ പറയണ്ടേ. വാ. ആരാ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ് കുഞ്ഞുണ്ണി. മോനെ, ഇത് നമ്പീഷൻ അങ്കിൾ, അങ്കിളുടെ PA. ഇത് മനോഹരൻ, അങ്കിളുടെ കുക്ക്. ആനന്ദ്, എന്താ ഇതൊക്കെ? എടോ ഓഞ്ഞ നമ്പീശ, ആനയെ വാങ്ങാൻ പോയിട്ട് തോട്ടി വാങ്ങി പോന്നൊരു പാപ്പാന്റെ കഥ കേട്ടോ താൻ? എങ്ങനെ കേക്കോടോ? അങ്ങനൊരു കഥയില്ല. മോനെ എന്താ നോക്കണേ? ഇതങ്ങളുടെ സ്വന്തം വീടാ? ഇത് അങ്കിളുടെ സ്വന്തം വീടാ. അപ്പൊ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളൊക്കെ? പുറത്ത് പാർക്ക് ചെയ്ത കാറുകളെല്ലാം അങ്കിളുടെ കാറുകളാണ്. ആ, കുഞ്ഞുണ്ണി അകത്തിരിക്കെ, അങ്കിൾ പോയി ഡ്രസ് മാറ്റിയിട്ടില്ല. മനോഹര വരുന്നു. മോന് കുടിക്കാൻ എന്താ വെച്ചാ കൊടുക്ക. സാർ, ഞാൻ അതിൽ ഇടപെടില്ല. അത് നീ തന്നെ വേണ്ട പോലെ ചെയ്താൽ മതി. എന്തായാലും ഇക്കാര്യം ബോസ് അറിയണ്ട. ഏയ്, ഞാനിനി പോകാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. എന്താ നോക്കുന്ന? ഞാൻ അങ്കിളുടെ പേര് ചോദിക്കാൻ മറന്നു. അങ്കിളിന്റെ പേര് ആനന്ദ്. അങ്കിളിന് എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞാല് എല്ലാത്തരം ബിസിനസ്സും. ആനന്ദ്, ആ, മുംബൈന്ന് ബോസാ? ബോസോ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. बॉस, आनंद इधर नहीं है जी, मुझे मालूम नहीं। हाँ जी, हाँ बोलूंगा. ആ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോന്ന്? ബിസിനസ്. ഏയ്, ലീവ് ഇറ്റ്. അതുപോലെ ഈ സീതാ മിസ് ആളെങ്ങനെയാ? ടീച്ചർ അടിപൊളിയാ, ബ്യൂട്ടിഫുൾ. നീ ആള് കൊള്ളാവലോടാ, കള്ള തിരുമാരി. കഴിക്കും. അങ്കിളിനെ തിരിച്ചോണ്ട് വിടില്ലേ? പിന്നെ സീതാ മിസിന്റെ സ്റ്റുഡന്റ് ആയ നിന്നെ ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിക്കോടാ ഉണ്ടക്കണ്ണ. കാര്യം നൈസ് ബോയ്. ഇവിടെ മതി അങ്കിൾ. ഇവിടെയാണോ? ആഹാ, അപ്പൊ ഇവിടെയാണോ മോന്റെ വീട്? ഏയ്, കുറച്ചും കൂടെ പോണം. എങ്ങോട്ട്? Go straight, turn right, then second house. പിന്നെന്താ ഇവിടെ നിർത്താൻ പറഞ്ഞ? ഞാൻ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യൂലേ? വേണ്ട അങ്കിൾ, റോഡ് ചീത്തയാ. പുതിയ കാറല്ലേ അങ്കിൾ, വെറുതെ കേടാക്കണ്ട. ഞാൻ നടന്നോളാം. Then it's okay. See you, man. Bye-bye. See you, bye. Tata. അച്ഛാ, വന്നല്ലോ. ഞാൻ ആ കവലയില് കാത്തിരുന്ന് എന്റെ കാല് കഴിച്ചു. ഇന്നെന്താ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നോ? പിന്നെ എവിടെയായിരുന്നു ഇത്ര നേരം? Today I saved an uncle. Then he invited me to his house and gave me a treat. I didn't know it was so late. Okay? അല്ല എന്താ പറഞ്ഞേ? ഒരു മുടിഞ്ഞ ഇംഗ്ലീഷ്.
അല്ല എന്നാലും എന്റെ കുഞ്ഞുണ്ണി എന്ത് ഇംഗ്ലീഷ് കാച്ചിയ. എടാ കുഞ്ഞുണ്ണിയെ, നീ എന്റെ മോൻ തന്നെ. ഷിറ്റ്. അച്ഛാ അച്ഛാ അച്ഛാ, എന്താടാ? അച്ഛൻ എന്താ പാന്റ് ഇടാത്ത? ഉറക്കത്തിൽ അച്ഛൻ പാന്റ് ഇടാറില്ല. അച്ഛാ എന്താടാ? അച്ഛൻ എന്താ സിഗരറ്റ് വലിക്കാത്തെ? ഉറക്കത്തിൽ അച്ഛൻ സിഗരറ്റ് വലിക്കാറില്ല, കൂർക്കം വലിക്കാറുള്ളൂ. അച്ഛാ, നമ്മൾ എന്നാ അച്ഛാ ഒരു TV വാങ്ങിക്കുക? TV ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുമ്പോ. ഈ അച്ഛൻ ഒരു സൈക്കിൾ എന്നെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? മിണ്ടാടിയായിരുന്നോ? ഉള്ള ലോറി വെച്ച് പണ്ടാവാടിച്ച് ഇങ്ങോട്ട് വന്ന് അപ്പോഴാ നിനക്ക് സൈക്കിള്. നിനക്ക് ആറ് കീറിന ഞമ മേടിച്ചാടാ. അല്ലെങ്കിൽ ഞാൻ 3 ബക്കറ്റ് അടിച്ചോളൂ. നീ എന്തിനാ കരയണത്? നോക്കിയേ, ഇപ്പൊ തന്നെ നിന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടണമെന്ന് നിനക്കറിയാമോ? ഇനി മോൻ പഠിച്ച് വലിയ നിലയിലായിട്ട് വേണം ഇതൊക്കെ വാങ്ങിക്കാൻ. നേരത്തെ തന്നെ അച്ഛൻ എത്രമാത്രം സന്തോഷിച്ചറിയാമോ? മോൻ ഇംഗ്ലീഷ് കേട്ടിട്ട് അച്ഛൻ ഞെട്ടിപ്പോയി. അതുപോലെ നല്ല സ്റ്റൈലായിട്ട് അച്ഛനെ ഡാഡിന്നൊന്ന് വിളിച്ചേ. അച്ഛനെ കണ്ട ഡാഡിന്ന് വിളിക്കാൻ തോന്നണ്ടേ? അച്ഛാ, ഒരു ഡാഡി എന്നൊക്കെ വെച്ചാൽ കാണാൻ ഹാൻസം ആയിരിക്കണം, വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, കാർ വേണം, വലിയ വീട് വേണം, പിന്നെ മതി മതി, ഈ ജന്മത്തിലൊന്നും അച്ഛനെ കൊണ്ട് ഇതിന് പറ്റില്ല. അത്ര വലിയ തമ്പ്രാനായിട്ട് നടക്കാൻ അച്ഛനോട്ട് ആശുമില്ല. എന്നാ എനിക്ക് ആശയുണ്ട് അച്ഛാ. ഇവിടെ ഇങ്ങനെ അച്ഛൻ മാത്രമേ ഉള്ളൂ. വേണ്ടാത്ത ഓരെന്ന് പറഞ്ഞ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കില്ല പൊന്നു. മോൻ കിടന്നു പറഞ്ഞു. സീത, ഒരു മിനിറ്റ്. ഞാൻ Come on, Sophia. Hey, Sita. ഗുഡ് മോർണിംഗ് സാർ. ആ, നല്ല മപ്പ് കാശായിരിക്കും. ഹായ് അങ്കിൾ. ഹായ് സ്മാർട്ടി. Are you again? യാ, അങ്കിൾ ആരെ കാണാനാ വന്നത്? മോനെ കാണാൻ. Really? Yeah, really. Okay, I will get you a small present. Da. Nice. Thank you, Chakre. കുഞ്ചുണ്ണി. Hi Abhinami. I am coming. What uncle? Okay, See you. bye-bye. Bye. Nice flower. It's a present. കുഞ്ചുണ്ണിയുടെ ഡാഡിയാ? Your daddy is very young, but my daddy is very old. Salil had a lorry. It was bright green. One day, he drove the lorry through a quiet town. The lorry was an open one, with 20 sacks of potatoes on it. Kunyuni, stand up. What's that? Rose. From where did you get it? That uncle gave me. Uncle, what a convenient word. Who is it to present a rose to you? You are getting into bad practices nowadays, Kunyuni. Don't repeat it. സീത മിസ് തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. കള ചക്കരെ, നിന്റെ സീതാമിസിന്റെ വട്ടാടാ നാക്ക്. അതെങ്ങനെ അങ്കിളിനറിയാം? അങ്കിളിന് സീത മിസ്സിനെ നേരത്തെ പരിചയമുണ്ടോ? പിന്നെ
ഈ അങ്കിളിന്റെ മനസ്സിൽ നിന്ന് ചങ്ങല പൊട്ടിച്ചിറങ്ങിപ്പോയ പെണ്ണല്ലേടാ നിന്റെ ഈ സീതാ മിസ്. എന്ന് വെച്ചാ എന്ന് വെച്ചാല് ഈ മുത്ത് കളഞ്ഞു പോയ മുക്കുവന്റെ കഥ കേട്ടിട്ടുണ്ടോ കുഞ്ഞുണ്ണി? ഇല്ല. എങ്ങനെ കേക്കാനാ? അങ്ങനൊരു കഥയില്ല. വളച്ചെക്കാതെ കാര്യം പറയാ അങ്കിൾ, എനിക്കൊന്നും മനസ്സിലാകുന്നു. അത് മോന്റെ ഈ പ്രായത്തിന്റെ കളിച്ചടങ്ങേണ്ട പ്രായ നീ. ചെല്ലേ പോയി കളിക്കും. കളിക്കാൻ ഇവിടെ എവിടെയാ ടോയ്സ്? ഞാൻ അന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ കളിപ്പടങ്ങൾ മാത്രം ഇല്ല. അതെന്താ അങ്കിൾ? അത് ഇവിടെ കുട്ടികളില്ലാത്തോണ്ട്. ഇപ്പൊ ഇവിടെ ആകെയുള്ള മോനല്ലേ. മോൻ ഇതുപോലെ ദിവസത്തോടെ വരികയാണെങ്കിൽ അങ്കിൾ മോൻ എന്ത് ടോയ്സ് മേടിച്ചു. റിയലി? എന്താടാ സംശയം? നമ്പീശ Yes. ഒന്നൊരു പറ, മോൻ എന്തൊക്കെ ടോയ്സാ വേണ്ടേ? സൈക്കിള്, പാവ, എയറോപ്ലെയിൻ, ഗൺ, ആ ബിൽഡിംഗ് നമ്പീശ, സെറ്റ്. ചക്കരയ്ക്ക് കുറച്ച് ടോയ്സ് വേണം. എന്തൊക്കെയാ വേണ്ടത് മോൻ നമ്പീഷിനോട് പറ. സൈക്കിള്, പാവ, ബിൽഡിംഗ് സെറ്റ്, ഗൺ, എയറോപ്ലെയിൻ. എന്തിനാ ഇത്രയധികം ടോയ്സ്? നമ്പീശ ഡു വാട്ട് ഐ സേ. ഓ. ഇപ്പൊ തന്നെ ബോംബെയിലെ സേഡ്ജിയെ വിളിച്ചു പറഞ്ഞേക്കാം. മോൻ ചെന്ന് കുറച്ച് നേരം TV. ആനന്ദ്, നിന്റെ ഏത് കളിയും എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇത് എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇങ്ങനൊരു ആത്മബന്ധത്തിന്റെ പൊരുളെന്താണ്? ഒക്കെ ഒരു ആശ തീർക്കലാടോ നമ്പീശ. ഒരുപക്ഷെ ഇതുപോലുള്ള ടോയ്സ് കൊണ്ട് എന്നേ ബംഗ്ലാവ് നിറഞ്ഞേനെ സീത ഉണ്ടായിരുന്നു. എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞല്ലേ നമ്പീശ. അവളുടെ ഒരു പിടിവാശി. സീത അവൾ എന്നെ മനസ്സിലാക്കുമോ നമ്പീശ? മനസ്സിലാക്കുമായിരിക്കും. അയാളോടൊപ്പം ഉള്ള ഒരു ജീവിതത്തെ കുറിച്ച് സോഫി എന്നോട് പറയണ്ട. കൂടെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് സംസാരിച്ചൂടെ? ഒരു പൂവാലിനെ പോലെ അയാൾ കാത്തുകെട്ടിരിക്കുന്ന കാണുമ്പോ സത്യത്തിൽ സഹതാപമാ തോന്നുന്നത്. കഴിയില്ല സോഫി, എനിക്ക് അയാളെ കാണുന്നത് തന്നെ അറപ്പാ. ഇന്നേ വരെ അയാൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു, അന്ധമായി സ്നേഹിച്ചു. ആദ്യം ഏതൊരു മറുനാട്ടിലും മറ്റൊരു മലയാളിയെ കാണുമ്പോ തോന്നുന്ന ഒരു അടുപ്പം, അത് വളർന്ന് ഇഷ്ടമായി, പിരിയാൻ പറ്റാത്ത സ്നേഹമായി. പക്ഷേ അപ്പോഴൊക്കെ ബിസിനസ് ആണെന്നല്ലാതെ യഥാർത്ഥമായ ജോലി എന്താണെന്ന് അയാൾ എന്നോട് പറഞ്ഞില്ല. പോട്ടെ, എൻഗേജ്മെന്റിന് മുമ്പെങ്കിലും എന്നോടൊന്ന് എല്ലാം സൂചിപ്പിക്കായിരുന്നില്ല അയാൾക്ക്. ഒടുവിൽ ഒരു നല്ല കുടുംബജീവിതം സ്വപ്നം കണ്ട് നടന്ന ഞാൻ കല്യാണത്തിന് 4 നാൾ മുമ്പ് കണ്ട കാഴ്ച എന്താ? പട്ടാപ്പകൽ ദാദറിലെ തിരക്കേറിയ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഏതോ ഒരാളിന്റെ നേർക്ക് നേർ നിന്ന് നിറയൊഴിക്കുന്ന എന്റെ ഭാവി ഭർത്താവിന്. അത് ഞാൻ മറക്കണോ സോഫിയ? പിറ്റേന്ന് ബോംബെയിലെ ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന അയാളുടെയും അയാളുടെ ബോസിന്റെയും സാഹസിക കഥകൾ ഞാൻ മറക്കണോ? ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ തോറ്റുപോയത് എന്റെ വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല, എന്റെ സ്വപ്നങ്ങൾക്ക് മുന്നിൽ, എന്റെ മനസാക്ഷിക്ക് മുന്നിൽ, ആഫ്റ്റർ ഓൾ എന്റെ കോമൺ സെൻസിന് മുന്നിൽ. അധോലോക നായകന്മാരെയൊക്കെ ആരാധിച്ച് നടക്കുന്ന പെൺകുട്ടികൾ സിനിമയിൽ കാണുമായിരിക്കാം, പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എനിക്കെന്നല്ല, കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടിക്കും ഇതുപോലൊരു ക്രിമിനലിന്റെ ഭാര്യയാവാൻ കഴിയില്ല. അതുകൊണ്ടാ എല്ലാം മറന്ന് എന്നിൽ നിന്ന് തന്നെ ഒളിച്ചോടി ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ സോഫിയെങ്കിലും എന്നെ സീതാ നായർക്ക് ഒരു പാഴ്സലുണ്ട്. നിനക്ക് ഏത് പാഴ്സൽ വന്നിട്ടുണ്ട്? ഓ, കുറച്ച് ബുക്സ് അയക്കാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. നിക്ക്, കറിയാച്ചൻ പറഞ്ഞത് വെറുതെ ഇല്ല. അന്ന് വേഷം കെട്ടി വന്നപ്പോഴും കുഞ്ഞുണ്ണിയുടെ വല്ലായ്മ കണ്ടപ്പോഴൊന്നും ഞാൻ ഇത്രയും കരുതിയില്ല. നിങ്ങൾ ആരാന്ന് പറഞ്ഞത്? കോടികളുടെ കളിത്തൊട്ടിൽ, തിരക്കിട്ട ബിസിനസ് ജീവിതം, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച മകൻ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? മതി ടീച്ചറെ, മതി. ഒക്കെ എന്റെ കുഞ്ഞുണ്ണിക്ക് വേണ്ടിയാ. ടീച്ചർക്ക് അറിയോ, മരിക്കാൻ നേരത്തെ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു കാര്യം മാത്രമേ അവന്റെ അമ്മ പറഞ്ഞിട്ടുള്ളൂ: മോനെ നന്നായി പഠിപ്പിക്കണമെന്ന്. അതിനു വേണ്ടിയാ ടീച്ചറെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭാസ്കരന് വേഷം കെട്ടിയത്. ഷട്ട് അപ്പ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കളിപ്പിക്കാം, പക്ഷേ ഇന്ത്യയിലെ ഒരു നമ്പർ 1 സ്കൂളിന്റെ മാനേജ്മെന്റിനെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദി പ്രിൻസിപ്പൽ. ദയവ് ചെയ്ത് ടീച്ചർ ഈ കാര്യം സ്കൂളിൽ പറയരുത്. അവരിതറിഞ്ഞ ആ നിമിഷം കുഞ്ഞിനെ പുറത്താക്കും.
ഞാൻ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. സ്വന്തമായി ഉണ്ടായിരുന്ന ലോറിയും കിടപ്പാടം വരെ വിറ്റിട്ട ടീച്ചറെ ഞാൻ അവനെ പഠിപ്പിക്കുന്നത്. നോ, ഇതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല. യു ഹാവ് ഇൻസൾട്ടഡ് എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. യു ഹാവ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. കോത്തായത്തിലെ സായിപ്പിന്റെ ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞ വരത്തിലെ ടീച്ചറെ, ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാർ തന്നെയാ. ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ മക്കള് ഇതേ നല്ല പോലുള്ള സ്കൂളിൽ പഠിക്കാൻ പാടില്ലെന്ന് ഏത് അമ്പോക്കാ പറഞ്ഞേ? ഇവിടെ മന്ത്രിമാരുടെ മക്കളും കളക്ടർമാരുടെ മക്കൾക്കും മാത്രം ഇംഗ്ലീഷ് അക്ഷരം മുറിച്ചു കൊടുത്താൽ മതിന്ന് ഏതെങ്കിലും ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോ അത്? ഇനി അത്ര നിർബന്ധമാണെങ്കിൽ ടീച്ചർ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്ക്. പക്ഷെ എന്റെ മോന് ഒരു പുല്ല് ചെയ്യാൻ പറ്റില്ല. ഭാസ്കറിന് കളിക്കാനേ ഗ്രൗണ്ട് വേണ്ട. എന്റെ മോന് വേണ്ടി അമ്മ ഏത് തറ കളിയും അന്തസ്സായിട്ട് കളിക്കും ഭാസ്കരൻ. സുപ്രീം കോടതി വരെ പോയാലും എന്റെ മോൻ ഇതേ സ്കൂളിൽ തന്നെ പഠിക്കും. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. ടോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിന്റെ അച്ഛൻ്റെ അടുത്ത കളി